ഒന്ന് ഞങ്ങളെ വീട്ടിലല്ല കേട്ടോ, വീട്ടിൽ നിന്ന് പോന്ന് വിറകിന് ഇറങ്ങിയതാണ്. നമുക്ക് പണ്ട് ചെറുപ്പത്തിലേ നമ്മളൊക്കെ ടി വി കാണാൻ വരുന്ന സ്ഥലത്ത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മ പണിക്ക് വരുന്ന വീടാണ് കേട്ടോ, രഘേട്ടന്റെ വീട്ടിലേക്കാണ്. അപ്പൊ എവിടെ നോക്കിയേ, നിലത്തൊന്നും അല്ലെന്ന്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഒന്ന് വിറകിന് വന്നാണ്. ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായിരുന്നു, പിന്നെ നമുക്ക് ഗ്യാസ് കിട്ടാനൊരു മാർഗ്ഗമല്ല. കുറേ ദിവസമായി ബുക്ക് ചെയ്തിട്ടിട്ട്. അപ്പോൾ ഇതുവരെ അത് ബുക്ക് ചെയ്തില്ല, OTP ഒന്നും വന്നില്ല, വിറകുമില്ല, ഓലപ്പൊടിയില്ല. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ആദ്യം വിറക് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ പണിക്ക് സ്ഥിരം വന്നിരുന്ന വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. അമ്മ ഓരോ വീടാണതേ, രഘുവേട്ടൻ്റെ. അപ്പോൾ അമ്മ അവിടെ വർത്താനം പറഞ്ഞിരിക്കും. എന്താ പറയാ, വന്നിട്ട് വിറക് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുണ്ട്, നാരങ്ങ, എന്താ വടുവപ്പുളി അല്ലേ, മാതള നാരങ്ങ, മാതോളി. സന്തോഷേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇത് കണ്ടപ്പോ അതിന് കൊണ്ടുവന്നു, അത് പറിക്കാൻ വേണ്ടി അപ്പുറത്ത് കയറിയതാ. പക്ഷെ നല്ല മധുരം ഉണ്ടല്ലേ, നല്ല മധുരം ഉണ്ട്. പേരക്ക അമ്മ തെച്ചുകൊണ്ടൊക്കെ ഇട്ടായിരുന്ന നല്ല ചൂടല്ലേ. വിറകിന് വന്നിട്ട് നിങ്ങളെന്താ നാരങ്ങയൊക്കെ പറിക്കും? അതാണ്, അത് കണ്ടപ്പോ ഇതൊക്കെ തിരിഞ്ഞു. ഇത് എവിടെ കണ്ടാലും പറിക്കണ ഇതാ. ഞാൻ പോയി വിറകിട്ടിട്ടോ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങള് കൊറേ വലിച്ച് അവിടെ മേലെ റോട്ടുമ്പോ കൂട്ടിയതാണ്. എന്തിനറിയോ, വണ്ടി വന്നിട്ട് അവിടെ തന്നെ കൊണ്ടുപോകാം. കുറച്ച് തന്നെ ഇതിന്റെ തെങ്ങിന്റെ നല്ല തെങ്ങ് മുറിച്ചിട്ടുണ്ട്. അതാ അവിടെ പഴയ വീടാട്ടോ, വലിയ വീട് അവിടെ ഉണ്ട്. വീട്ടില് കുറേ ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന ഉടനെയൊക്കെ TV കാണാനൊക്കെ വരും. സന്ധ്യന് വാട്ടിന് സന്തോഷ് സന്ധ്യ വരും. ഒരു ദിവസം അച്ഛന് കുറേ സമയമാക്കിയിട്ട് 10-9 മണിയുണ്ട്. അപ്പൊ ചെറുതാണ്. എന്നിട്ട് വലിയ മടി കൊണ്ട് വൈകുന്നേരം അതാണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. അത് കിട്ടു നോക്കട്ടോ, അത് കിട്ടുമോക്ക്. ഗൾഫിലുള്ള ആൾക്കാരെ ഇങ്ങനത്തെ സ്ഥലം കാണിച്ചു തരാൻ പറയുന്നു കേട്ടോ. നമുക്ക് 2 എണ്ണം അങ്ങനെ ഇതിൽ കിട്ടിയിട്ടുണ്ട്, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്തെടുത്തതോ ചാടി എടുത്തോണ്ട്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. തിരുവല്ലേ മണ്ടകത്തിയല്ല, നല്ല മൂർച്ചുണ്ട്. കോഴിക്കൊടിയും കൊണ്ടുപോവാ, വീട്ടിൽ നിന്ന് വെട്ടിയതുണ്ട് കഷ്ണം. നമുക്ക് അതിന് വിറക് കൊടുക്കാലോ. ഇവിടെ അടയ്ക്ക് നാരങ്ങ ഉണ്ടെന്നെ അത് വേണ്ട. ഇതാണ് നമ്മളെ റോഡ്, ഇതാണ്. അപ്പൊ ഇവിടെ കയറ്റിട്ട് അവിടുന്ന് വണ്ടി കയറ്റി പോകാൻ സുഖം. ആ മാതാ ഞാൻ ചക്ക അധികം കണ്ടു. ഒരിച്ചൊക്കെ പോകുമ്പോ കൊണ്ടുപോവാ. പോരാ പൂച്ച കിട്ടിയില്ല. ഇപ്പൊ തന്നെ വണ്ടി വിളിക്കില്ല. എന്നാല് ഉച്ചരി നിക്കണ്ടല്ലേ. ഇതില് വെട്ടി കുറച്ചുകൂടി ഉണ്ട് താഴത്തെ. അത് ഇതുകൂടി കൊള്ളുള്ളൂ, മറ്റേ കൊള്ളൂ. കിട്ടിയില്ല, കഴിഞ്ഞില്ലേ? അന്നില്ല, കേടന്നല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. പറക്കാനാളില്ലാത്തോണ്ടേ. ഒരു ഭാഗത്തേക്കാണ്ട് ഇട്ടാലേ അപ്പോ ഒരു കുട്ടി വെച്ചപ്പോ പിടിച്ചേക്ക ഇനി ഓർക്കണല്ലേ. ഇതൊക്കെ അപ്പം ഉണ്ടാക്കിയതല്ലേ. അതല്ലേ നാരങ്ങ കിട്ടിയ അത് പോകാനുള്ള പ്ലാൻ. വണ്ടി വിളിച്ചാലേ ഇതിങ്ങനെ കൊണ്ടുപോവാ. ആലാക്കണ അവിടെ ഓന അവിടെ നിന്ന് നമ്മൾ കയറ്റി വരും. അപ്പൊ നിങ്ങൾ റെഡിയാക്ക. അത് കയറ്റ ഇത്രയുള്ള
വണ്ടി കൊള്ളുക ആക്കണ അവിടേക്ക് ഇനി അവിടെ നിന്ന് കയറ്റാലല്ലോ, അവിടെ നിൽക്കാലല്ലോ, തെങ്ങിന്റെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ കിടക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതിനെ വിളിച്ചു നോക്കിയ ആളുണ്ടാകാം. ഞങ്ങൾ വിറകൊന്നും കൊണ്ടുവന്നില്ല, ഞങ്ങൾ വിറക് അവിടെ കൂട്ടിയിട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ അത് കൊണ്ടുവരാനൊക്കെ വിചാരിച്ചു, പക്ഷെ നാളത്തേക്ക് മാറ്റി കൂട്ടി വെച്ചതാണ്. ഇനിയിപ്പോൾ എപ്പോൾ കൊണ്ടുവരാം, ചെതലൊടിക്കാതെ അപ്പോൾ നാളെ രാവിലെ കൊണ്ടുവരാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ വീടിൻ്റെ മുകളിൽ വീട്ടിലേക്ക് ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ ഉള്ള വിറകാണ്. പഴയ വീടിൻ്റെ എന്തൊക്കെ മരങ്ങളാവാ, പഴയ വീട് പൊളിച്ചപ്പോഴേ നമ്മളെ കൈക്കോല് അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ. അത് നോക്കി നമ്മളെ പഴയ വീടിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഓർമ്മയാണ്. പക്ഷേ നമുക്കിത് കാലകാലത്തേക്ക് കാണാൻ വേണ്ടി എടുത്തേക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ചതല് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊത്തി പൊളിച്ച് കത്തിക്കാണ്. അപ്പോൾ അത് ബാക്കി വന്നതായിരുന്നു, ചോറൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി. വ്ളോഗിലാണ് അവിടെ താഴെക്കുടിയുടെ അവിടെ എന്താ ഇതിൽ വരുന്നാവോ. എന്താ കാഴ്ച കണ്ടിരിക്കുക. ഇവിടെ ഇരിക്കല് രാത്രി ഇവിടെ രാത്രി ഓടാനാണ് അല്ലേ മോളെ. രോമം നല്ലോണം കൊഴിയുന്നുണ്ട്. എത്ര കൊഴിയുണ്ട്. അത് ഇറക്കി കൊഴിയും. അതുപോലെ നമുക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാനുള്ളതുള്ളതുകൊണ്ടേ അത് കൊഴിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പണി കേട്ടോ. ഇവിടെ ഇതൊക്കെ വെച്ച് ഓരോ സാധനങ്ങൾ. നമ്മളെ പുതിയത് പുതിയ പഴയ എന്താ നീ പറയാ ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് നല്ല വെള്ളം കുടിച്ചു കണക്ക് അകത്തേക്കും അങ്ങോട്ട് പോകണ്ടേ. ഞങ്ങൾ കുറച്ച് മുളക് തൈയൊക്കെ കൊടുത്ത് ഇവിടെയൊക്കെ വെച്ച് സൈഡിൽ കൂടെ നല്ല സമയത്താണ് വെക്കുന്നതില്ലേ. ആ പോയി അവിടെ എത്തി, ആ നിലത്തേക്ക് ഇറങ്ങി. പേടിയാ പറയണക്ക്, ഇത്ര പേടിയാണ് നമുക്ക്. വലിയ പേടിയാണ്. കടന്നു കേട്ടോ, ഞാൻ ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. കിടക്കേ ഒരു ഹായ് എടുത്ത എല്ലാവർക്കും. ഒരു ഹായ് എടുത്ത, ഒരു ഹായ് എടുത്താ പറ. ഒരു ഹായ് എടുത്ത അവിടെ കടന്നട്ടാ. ആ കടത്തവിടെ കടന്നോ. അതൊക്കെ വെട്ടിത്തരില്ലേ പോയാവും. ഏട്ടനും ഞങ്ങൾ മാറി മാറി പിടിക്കും ക്യാമറ. പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ സഹായിക്കും. അപ്പോഴേ ആള് കുറിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പേടിയാ. ഇയാളെടുക്കോ മോനെടുക്കോ. എന്തടിച്ചാലേ കിട്ടുന്നതിനകത്ത് യൂട്യൂബില് ഒരു നാടൻ ഫാമിലി അടിച്ചാല് നാട്ടിലത്തെ വീട്ടിലത്തെ എല്ലാ വിശേഷം. ഒരു നാടൻ ഫാമിലി അത് വ്ളോഗ്. സന്തോഷം ഫാമിലി അത് ഞങ്ങൾ അഭിനയിക്കണേ. മുസ്ലിംസ് ആയിട്ടാണ് അഭിനയിക്കണത്. സന്തോഷം ഫാമിലി അയലക്കാരും എല്ലാം ഞാൻ തന്നെയാവും. പെരുന്നാൾ വരെ അവിടെ നടക്കും. അങ്ങനെയാണ് നിങ്ങളുടെ കാര്യം. ഇപ്പൊ ആണല്ലേ. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ എൻ്റെ കാര്യം ശ്രദ്ധിച്ചോളാം. കാണാൻ ആൾക്കാര് ആദ്യമായിട്ട് നമുക്കൊരു മഴ പെയ്യാം. ചുട്ട് പകഞ്ഞ് നിൽക്കല്ലേ. നല്ലൊരു മഴ പെയ്യട്ടെ. 3 മണിയായിട്ടുള്ളേ. എല്ലാ സ്ഥലത്തും മഴ പെയ്തിട്ട് അപ്പുറത്തെ മഴ ആലിപ്പഴം ചാടുണ്ടാവൂല്ലേ. 2026 ആദ്യമായിട്ടുള്ളൊരു മഴ. അപ്പൊ സന്തോഷാണ് മഴക്കാലം. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇല്ലേ എല്ലാരും കമന്റ് ചെയ്തിട്ടോ. സന്തോഷാണല്ലേ ഇങ്ങനെ വേനല് കടുത്ത് നിൽക്കുമ്പോഴേ നല്ലോണം മഴ മാത്രല്ല ഇടിയുണ്ട്.
കാറ്റുണ്ട് കേട്ടോ, പേടി ഉള്ളിലേക്ക് പോവാ. നല്ല കാറ്റ്, നല്ല കാറ്റ്. മഴക്കാലമായ പിന്നെ മഴ കണ്ടു മടുക്കും. ഇങ്ങനെ ചൂട് ഇങ്ങനെ ആവി എടുക്കാം. കാറ്റടിക്കുമ്പോ കാറ്റാ. കുമാരൻ രണ്ട് മക്കള് ചാടിയുണ്ട്. ഇന്നൊരു മഴ, ഇന്ന് മഴ ഉണ്ടാവും പറഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞെട്ടിക്കുന്നൊരു മഴ, ഇത്രയും വെയില് തന്നേന് നല്ലൊരു മഴ. മഴ മാത്രല്ല, കാറ്റും ഇടി. അപ്പുറത്ത് 2 വീട് അപ്പുറമുള്ള വീട്ടിൽ നിന്നൊക്കെ തെങ്ങിന്റെ മതില് പൊളിഞ്ഞാടി മട്ടലൊക്കെ പാറി വന്നിക്ക. അത്രയും മഴ. അപ്പൊ ഈ ഒരു കാര്യം പറയാം, ഇത് ഇങ്ങനെ കണ്ടാലും കണ്ടതൊക്കെ പുതിയ ഡ്രസ്സ് നമ്മളിപ്പോ റെഡി ആക്കി കൊടുക്കുകയാണ്. വിഷുവിന്റെ മോഡൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് 20 ഉണ്ടാവും. നാടൻ ഫാമിലി 20 ഉണ്ട്. പിന്നെ നമ്മള് പുതിയല്ല നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതില് സ്റ്റൈലോ ഓൺലൈൻ ക്ലോത്തിങ്. അപ്പൊ അതില് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു നാടൻ ഫാമിലിയിൽ നമ്മള് ഡ്രസ്സ് കാണിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതില് നമ്മളെ വ്ളോഗ് മാത്രം കണ്ടാൽ മതി, അതിനാണ് ഇഷ്ടം എന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. അത് കാരണം നമ്മൾ കാണിക്കാത്തത്. പക്ഷെ ഇന്നിപ്പോ വന്നത് ഇവിടെ ഒന്നായിട്ട് നിരത്തി വെച്ചതാണ്. അതിന്റെ കൂടെ മഴ, പിന്നെ നമ്മളെ MLA വന്നു, എല്ലാതും കൂടി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും അടുക്കും ചുറ്റിലൊക്കെ വെക്കാൻ നമ്മളെ വീട്ടില് കേറിയല്ലേ. നമ്മള് ഈ റോഡിന്റെ അവസ്ഥ വേണ്ടി വന്നോട്ടോ. റോഡ് ഇങ്ങനെ മുടങ്ങി കിടന്നിട്ട് കുറെ കാലമായി. നമ്മളെ ഈ വീടും വീട്ടുവിശേഷം കാണിക്കും. പലപ്പോഴും നമ്മൾ റോട്ടിക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മളെ റോഡിന്റെ അവസ്ഥ ആയിരിക്കും കാണാത്ത കേട്ടോ. വളരെ മോശമാണ് ഇത് കാണുമ്പോ. സ്കൂൾ കുട്ടികൾ പോണത് ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് റോഡ് അങ്ങനെയായിട്ട്. എല്ലാവർക്കും അറിയാം നമ്മളെ പഴയ വീട് അന്ന് ഇത്ര കാലമായി പൊളിച്ചിട്ട് നന്നാക്കണില്ല. നമുക്ക് വെച്ചാല് ബാലവാടി, സ്കൂള്, പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടേക്കൊക്കെ പോവാനുള്ള ഈ റോഡ് സൗകര്യമാണ്. ഇത് ഇത്രയും മോശമായിട്ട് കിടക്കുമ്പോ അത് കാണാനും സന്ദർശിക്കാനും എല്ലാം കൂടി വന്ന് അപ്പൊ നമ്മളൊക്കെ വന്നു പോകാന്ന് പറയുമ്പോ അത്രയും വലിയൊരു അതാണ്. അപ്പൊ നമ്മള് പിന്നെ അസുഖത്തിന്റെ കാര്യവും പിന്നെ ചാനലിന്റെ കാര്യമൊക്കെ അത് ചോദിച്ചോണ്ടാ കയറിയത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ പറഞ്ഞെടുത്തു. അല്ലെങ്കിൽ ഒരു MLA നമ്മളെ വീട്ടിൽ സന്തോഷമായി വന്നതുകൊണ്ട് എത്രയും സന്തോഷമായി. അത്രയും വലിയൊരാളടുത്ത് നമ്മള് സംസാരിക്കാനൊക്കെ കിട്ടുന്നല്ലേ. മറ്റത് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കാണാനല്ലേ നമുക്ക് കിട്ടുള്ളൂ. ആ പരിപാടിക്കൊക്കെ വണ്ടിയിൽ വന്ന് അവിടെ കാണാനൊരു വലിയ ആകാംക്ഷ. വന്നോണ്ട് ഇനി റോഡിന്റെ അത് മാറും. അതുവരെ അറിയാഞ്ഞിട്ടാണ്. ഇപ്പൊ കുട്ടേന്റെ അടുത്ത് താഴത്തുള്ള റോഡ് നന്നാക്കിയില്ലേ, ഇതറിയാഞ്ഞിട്ടാണ്. അപ്പൊ ഇനി റെഡിയാവും. അപ്പൊ നമുക്കൊരു മനസ്സിലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഓക്കെ, ആ കാര്യം ഓക്കെ. റോഡിന്റെ എന്തായാലും റോഡ് പണിയെടുക്കും നമുക്ക് ഉറപ്പായി. ഇതുവരെ നമ്മളൊരു ഉറപ്പില്ലാതെ നിൽക്കുന്നു. വന്ന് നമുക്ക് ഇത് കണ്ട അവസ്ഥക്ക് എത്രയും പെട്ടെന്ന് സഹായിച്ചു തരും നമ്മൾ കരുതുന്നു. നമ്മളെ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടാണ് ആളോട് കൊണ്ടുവന്നതൊക്കെ നോക്കി റെഡി. നമ്മളെ മെമ്പർ കൊറേ ആളെല്ലാരും ഒപ്പം ഉണ്ടായിരുന്നു. നമ്മളെ മെമ്പറും കുറെ ആൾക്കാരുണ്ടായിരുന്നെ. അപ്പൊ അങ്ങനെ എന്നാ കാര്യം ഉണ്ടായത് രാവിലെ തന്നെ. പിന്നെ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ വിശേഷം നമ്മളൊന്ന് പൂർത്തിയാക്കാനൊന്നും പറ്റിയില്ല ഇന്നലെ. കാരണം ഞങ്ങൾ അത്രയും വലിയ പണിയൊന്നും ഇന്നലെ ചെയ്തത്. ചെറിയ സ്റ്റോക്ക് കാണിച്ചു കൊടുക്കാം. ചെറിയ സ്റ്റോക്ക് കാണിക്കാൻ ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. നമ്മളിപ്പോ ട്രെൻഡിങ് പറഞ്ഞാലേ ഈ ഒരു കൂടുതലായിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞ പുറത്ത് അല്ലാതെ ഈ ഒരു മോഡൽ ഇറങ്ങി കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്കൊരു നല്ലൊരു ഇടാനും നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. അത് ഇത് 420 കൊറിയറടക്കം വരുന്നതാണ്. ഇനി സെയിം സാധനത്തിലാന്ന് പൊളിച്ചു കൊടുത്താ. പക്ഷെ ഇതിന്റെ ഈ ക്ലോത്തിന് നല്ല മാറ്റം ഉണ്ട്. ഇത് പിടിക്കുമ്പോൾ നല്ലൊരു ഒറിജിനൽ കോട്ടൺ ആണ്. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ ഇതിന് ഉദാഹരണം ഞാൻ കൊണ്ടുവന്നപ്പോ തന്നെ ഡ്രസ്സ് ആദ്യം അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നനച്ച് നല്ലോണം ഇങ്ങനെ കാണിച്ചു നോക്കിയിട്ടാണ് ആൾക്കാർക്ക് ഇത് കൊടുക്കണത്. അപ്പൊ ഒരു കംപ്ലൈന്റും ഇതിന് വന്നിട്ടില്ല കേട്ടോ. റിട്ടേൺ അടിക്കാം, കുഴപ്പമില്ല. ഈ സെയിം സാധനത്തിൽ ഞാൻ കാണിച്ചു തരാം.
തുണി ആ മഞ്ഞ നോക്കിക്കാം. മഞ്ഞനൊക്കെ അങ്ങനെ കളർ അതിന്റെ നേരെ റേറ്റ് കമ്മിയുള്ളത്. ഇത് കണ്ടാ എന്താ പറയാ, ഒന്നും പറയില്ല. ഒന്നല്ലാന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും. സെയിം സാധനം തന്നെയാണ്. ഇതിന് 380 കൊറിയർ അടക്കം. പക്ഷെ ചെറിയൊരു ക്ലോത്തിന് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മാറ്റമുണ്ട്. ആ തുണി ഇതും പിടിക്കുമുണ്ട്. പക്ഷെ ഞാൻ ഈ തുണി എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് 350 അടുത്തോൽക്ക് അറിയാം കുഴപ്പമില്ലെന്നാ പറഞ്ഞു കിട്ടി കൂട്ടുന്നത്. അപ്പോൾ അതാണ് കേട്ടോ, ചെറിയൊരു മാറ്റമുള്ള വിലക്ക് ചെറിയൊരു മാറ്റം. 380, അത് 420 കൊറിയർ ചാർജ് അടക്കം ഉള്ള റേറ്റ്. ആകെ കിട്ടിയാണല്ലോ. പിന്നെ നമ്മളടുത്ത് ഇപ്പൊ വന്നതിൽ കൂടുതൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഈ മോഡൽ നമുക്ക് 750 അടക്കണ്ടേന്ന്. പക്ഷെ അത് കഴിഞ്ഞു. ഇത് 1000 ഡബിൾ എക്സൽ അല്ലത് ത്രിബിൾ എക്സൽ. ഇത് 1250. 1250 ത്രിബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ. 3 പീസ് ആണ്. പാന്റും ഷാളും ഒക്കെ ലൈനിങ് ഉള്ള നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അത് നല്ല പിടിക്കാനും നമുക്ക് ഉണ്ട്. പാന്റിലും കണ്ടോ ലൈനിങ് വരുന്നതാണ്. അതിന്റെ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ വെറൈറ്റി ഡബിൾ എക്സൽ ഉണ്ട്. വെറുതെ കാണിച്ചെടുക്കുന്നുണ്ട്. ഷിജിടുന്ന മോഡലുണ്ട്, ബ്ലാക്ക് ഉണ്ട്, വേറെ പച്ച ഉണ്ട്. ഇത് ഞാൻ ഫുൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കണ്ടേ വെറൈറ്റി കളർ അത്രയും ഭംഗിയാണ് കേട്ടോ. പുറത്തേക്ക് ഇതേപോലെ വീഡിയോ കണ്ടു, ഇഷ്ടം പോലെ ഉണ്ട് കളറ്. ഇതൊക്കെ കാഴ്ച അത്രയും ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ ഇറക്കിയത്. കാരണം നമ്മളെ കച്ചവടം നമുക്ക് എന്നും നിലനിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതൊക്കെ വെറൈറ്റി ഇതിലുണ്ട്. ഫ്രോക്കിനേറ്റ് ഇതിലുണ്ട്. ഇതേപോലെ ഫ്രോക്കിനേറ്റ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പിന്നെ സൺഡേ മൺഡേയിൽ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ വിഷുവിന് വന്നിട്ടുള്ള നോക്കി കൊടുത്ത വിഷുവിന്റെ മോഡല്. വിഷു മോഡൽ എന്ന് പറയുമ്പോ ഇതിന്റെ കൈയിന് നല്ലൊരു മാറ്റമുണ്ട്. കൈ ഹാഫ് കൈ വരുന്ന സാധാ നൈറ്റിയാണ്. കൈ മുറിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുണ്ട്. നല്ല പീകോക്ക് കളറാണ്. ഇതുപോലെ ഗോൾഡൻ പ്രിന്റ്. അപ്പൊ കൈ അതാ ഞാൻ പറഞ്ഞ, കൈ നമ്മൾ മുറിച്ച് പാകാക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഈ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ പിടിച്ച് നമ്മളെ കൈയുടെ വളത്തിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെറൈറ്റി കളർ. പിന്നെ സൺഡേ മൺഡേ ഒന്ന് കാട്ടി കൊടുത്ത ആൾക്കാർക്ക് സൺഡേ മൺഡേ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഹാഫ് കൈ വരുന്നതാണ്. സൺഡേ മൺഡേ ഒന്ന് കാട്ടി കൊടുത്താൽ നല്ല മോഡലുണ്ട് കേട്ടോ. ഇതാണ് ഈ മോഡലുള്ള നല്ല ക്വാളിറ്റി, ഒരു കംപ്ലൈന്റ് വരൂല. കണ്ടോ അതിൽ പല വെറൈറ്റി കളർ. വെറുതെ ഒന്ന് കാട്ടി കൊടുത്താ കണ്ടോട്ടെ, കാണണ്ടേ. ഏതായാലും നമ്മള് വീഡിയോ എടുത്തില്ലേ. അതൊക്കെ അതിന്റെ വെറൈറ്റി കളറുകളാട്ടോ. സൺഡേ മൺഡേ എന്ന് പറയുമ്പോ ഒരു വേറെ ലെവലാട്ടോ അത് അല്ലേ. കുറെ ഉണ്ട്. അപ്പൊ നമ്മള് കുറെ കളറുകളുണ്ട്. അപ്പൊ നമ്മള് ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. പിന്നെ 20 വരാം. നാളെ നമുക്ക് വേറൊരു അടിപൊളി വിശേഷം കൂടി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാതായിട്ട് നമുക്ക് പിന്നെ കാണാം. പിന്നെ നാളെ നമ്മള് ഇവിടെ ഉണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ തിരുമന്താകുന്ന അമ്പലത്തിലുണ്ട്. കുറെ ആൾ പല്ല് പറഞ്ഞ ആൾക്കാര് നിങ്ങൾ വരുമ്പോ ഒന്ന് പറഞ്ഞില്ലേ. അത് ശരിയാ, ഓർമ്മിച്ചത് ഒരു കാര്യമായി. ഉത്സവമാണ്. അപ്പൊ ഞങ്ങൾ ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ അന്ന് വിചാരിച്ചിരുന്നു. പോയി വന്നിട്ടുള്ളൂ. പക്ഷെ ഉത്സവത്തിന് ഇന്ന് വരെ നമ്മൾ പങ്കെടുത്തില്ല. അപ്പൊ നാളെ കിട്ടുകയാണ്. അതെ, നാളെ പിന്നെ നമുക്ക് എന്താ പറയാ പെരുന്തൽമണ്ണ പോകേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് വിശേഷത്തിൽ വരും. അപ്പൊ ഇനി പിന്നെ കാണാട്ടോ. എല്ലാവർക്കും ബൈ.